കുഡ്സ്. യെസ്, നമുക്ക് രാത്രി ഒരു സുപ്രഭാതത്തിന് ഇങ്ങോട്ട് വിളിച്ചാലോ? ഉറപ്പായിട്ടും. അപ്പൊ നമുക്കൊരു തെളിച്ചം കിട്ടും. അതായത് ഇത് കേട്ടിരിക്കാൻ നമുക്ക് രാത്രിയായല്ലോ, ഇനി ഉറങ്ങണല്ലോ, അങ്ങനെയൊക്കെ ഓർത്തിരിക്കുമ്പോ ഒരു സുപ്രഭാതം കയറി വരുമ്പോൾ നമുക്കൊരു ആശ്വാസം, ഉന്മേഷം വരും. അതെ. So let's welcome Amrita AM on stage. പ്രഭാതം പൊട്ടി വിടർന്നു. ഹായ് 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 ബാർബിഡോൾ. ഒരു രക്ഷയില്ലാട്ടോ. ഞാൻ തിരുവനന്തപുരത്ത് എവിടെ പോയാലും നമ്മുടെ എമ്മിന്റെ ഒരു റിലേറ്റീവിനെ ഞാൻ കാണും. ആണോ? ഇപ്പൊ 2 നേരം കണ്ടു കഴിഞ്ഞു, ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പൊ അവരൊക്കെ ചോദിക്കും എങ്ങനെയുണ്ട്. ഞാൻ പറയും ഗംഭീരല്ലേ, മിടുക്കിയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും. അപ്പൊ കുറെ പേര് വന്ന് പറയാൻ പോകുന്നുണ്ട് എന്നെ കണ്ടു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? പറയാൻ പോകുന്നത് അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ ഏതാണ് പാട്ട്? ഇന്ന് പള്ളി അരമന വെള്ളി അരമനയിൽ. ഡീറ്റെയിൽസ്? സിനിമ തെറ്റ്. തെറ്റാണോ? ആരും പറഞ്ഞു സിനിമ തെറ്റാണെന്ന്? നല്ലൊരു കാര്യമല്ലോ സിനിമ. സിനിമ തെറ്റ് പേര്. സിനിമ തെറ്റ്. വർഷം 1971. പാടിയത് പി സുശീലാമ്മ. ലിറിക്സ് വയലാർ രാമവർമ്മ സാർ. മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ. ഓക്കേ, അപ്പൊ പാടുകയല്ലേ? ഓക്കേ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. All the best. All the best. Thank you. പള്ളി അരമന വെള്ളി അരമനയിൽ പൊന്നു
സൂപ്പർ, വെരി നൈസ്, വെരി നൈസ്. താങ്ക് യു. സൂപ്പറായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ അവസാനം വരെ ഞാനിങ്ങനെ എൻജോയ് ചെയ്യുന്ന ആ ഹമ്മിങ് ഉണ്ടല്ലോ. അത് മാത്രല്ല അതല്ലേ ആദാഹമാരൂപം, ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസം. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. അനുപല്ലവിയുടെ അതെ, ചരണത്തിന്റെ അതെ. പിന്നെ മൈന്യൂട്ടായിട്ട് ചില ശ്രുതി വശപ്പിശകുകൾ. അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട. കാരണം ഈ പാട്ട്, സുശീലാമ്മയുടെ പാട്ട് ഇത്രയും മനോഹരമായിട്ട് ഒരു കുട്ടി പാടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഇത്രയും മനോഹരമായിട്ട് പാടുക എന്ന് പറഞ്ഞാൽ. താങ്ക് യു. എത്രയിലായി? 6ല്. അത് മറന്നുപോയി. പോവാത്തതുകൊണ്ടേ എനിക്ക് ഓർമ്മയില്ല ഞാനിപ്പോ ഏത് ക്ലാസ്സിലാണ്. എനിക്ക് 12 ആയതുകൊണ്ട് ഞാൻ 12ാം ക്ലാസ് എന്ന് പറയാൻ വരികയായിരുന്നു. ശരി. അപ്പൊ 12 വയസ്സുള്ള 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഈ പാട്ട് ഇത്ര മനോഹരമായിട്ട് ഇവിടെ പാടിയത്. ഒരു വലിയൊരു സിംഗർ പാടി കഴിഞ്ഞാലും എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ 100% പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റില്ല. ഇപ്പൊ ഈ സുശീലാമ്മ റെക്കോർഡിങ്ങിന് പാടിയില്ലേ, ഇപ്പൊ പ്രോഗ്രാമിന് പാടുമ്പോ ഈ ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ എവിടെയും പറ്റും. അങ്ങനെയാണ് മനുഷ്യന്റെ കാര്യം. ഇത് മെഷീനൊന്നും അല്ലല്ലോ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും വിഷമിക്കാതെ മധുക്ക്. കരയല്ലേ സങ്കടപ്പെടുന്നത്? ഇങ്ങനെ ചൂടാവില്ലേ? അപ്പൊ അല്ല, എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. സങ്കടം പറയണ്ടേ എവിടെയെങ്കിലും? മെഷീനൊന്നും അല്ലല്ലോ. ഒരു അവസരം കൊടുക്കണ്ടേ? അതെ, അവസരം വേണ്ടേ? എനിക്കൊരു ചെറിയ സംശയം. എന്റെ അടുത്താണ് ഇത് പറഞ്ഞത്. ആയിരിക്കും. അല്ലല്ല, അതിന് പാട്ട് പഠിക്കണ്ടേ? പാട്ട് പഠിച്ചിട്ട് വന്നാലല്ലേ പറ്റൂ. ആര് പാട്ട് പഠിക്കുന്നത്? മധുവാ. എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആണ് നമ്മുടെ സുപ്രഭാതത്തിന് വന്നിട്ടുള്ളത്. ഓക്കെ, ഓക്കെ. വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അമൃത, എന്തോ? ഈ പാട്ട് കേൾക്കുമ്പോഴുണ്ടല്ലോ നല്ല സുഖമുണ്ട് കേൾക്കാൻ. ഇങ്ങനെ രസിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാം. ഇനി പാടി നോക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ പാടി കളയാം എന്ന് നമുക്ക് തോന്നും. അതെ, അത് നമ്മൾ പാടി നോക്കുമ്പോഴത്തേക്കും നമുക്ക് പാടിയിട്ട് കളയാനേ പറ്റുള്ളൂ. അതെ, വിവരം അറിയും. അതെ, പക്ഷെ അങ്ങനെയല്ല. ഇന്ന് മോള് പാടി കളയുകയല്ല ചെയ്തത്, അത് പാടി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കയറുകയാണ്. അതെ, താങ്ക് യു. സബാഷ്. താങ്ക് യു. നോട്ട് എൻ ഈസി സോങ് അറ്റ് ഓൾ. അതാണ്, ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അവിടെ അത് മോൾക്ക് അറിയാന്നുള്ളതാണ് അങ്കിളിനെ ഏറ്റവും അധികം ഉത്സാഹപ്പെടുത്തുന്ന കാര്യം. മോളുടെ പാട്ട് കേൾക്കാനായിട്ട് അങ്കിളിന് ഇങ്ങനെ വെമ്പൽ പൂണ്ട് നിൽക്കുന്നതിന്റെ കാരണം അതാണ്. അതിന് ഒരു 100% ആത്മാർത്ഥമായിട്ട് അതിനെ സമീപിച്ചിട്ടുണ്ട് മോള്. ദാറ്റ് ഇസ് വെരി ഗുഡ്. അത് നമുക്കും കൂടെ ഒരു വലിയ മോട്ടിവേഷനാണ്. ദേവരാജൻ മാസ്റ്റർ കേട്ടാൽ പോലും അദ്ദേഹം പോലും അത് ഇഷ്ടപ്പെട്ടേനെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കണ്ടായിരുന്നെങ്കിൽ അത്രയധികം ഇഷ്ടപ്പെട്ടത്. പാട്ട് കൊള്ളാം അല്ലേ എന്ന് പറയും. വളരെ നന്നായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാറില്ല. അതെ, കൊള്ളാന്ന് പറഞ്ഞാൽ തന്നെ കൊള്ളാം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഗ്രേറ്റ് എന്നർത്ഥം. യെസ്. എന്റെ അടുത്തൊക്കെ പറയുന്നത് നീ പറ എന്നാണ്. ഞാൻ ഒരിക്കലും പാട്ടിലോട്ട് എത്തിയിട്ടില്ല, പറച്ചിലോട്ട് എത്തിയുള്ളൂ എന്നാണ് മാഷ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൊള്ളാന്നൊക്കെ പറഞ്ഞാൽ അത് സഭാഷാണെന്ന് അർത്ഥം. നാഷണൽ അവാർഡ് പോലെയാണ്. നാഷണൽ അവാർഡ്. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഹമ്മിങ് വളരെ ട്രിക്കിയാണ്. വളരെ ട്രിക്കിയാണ്. കാരണം അതില് ഉള്ള നോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൊമാറ്റിക് ആയിട്ട് ചില സ്ഥലത്ത് വരുന്നത് അത് കൃത്യമായിട്ട് പാടിയില്ലെങ്കിൽ അവിടെ വീണു. അത് ഒരു പ്രാവശ്യമല്ല, അതിനിടയിൽ 2 പ്രാവശ്യം പാടിയത്. 2 പെർഫെക്റ്റ് ആയിട്ട് പാടി. പിന്നെ അതിന് ഈ ഒരു പോർഷന് ഞാൻ തരുന്നത് 100ൽ 150 എന്റെ മാർക്കാണ് പറഞ്ഞത്. ആദാഹം, പിന്നെ ആമോഹം, ഈ 2 ഏരിയസിൽ. അപ്പൊ മൊത്തം നോക്കുമ്പോഴത്തേക്കും ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് പെർഫെക്റ്റ്. എന്തൊക്കെ കേക്കണോ ഇനി. അമൃതക്കുട്ടി ഹാപ്പി അല്ലേ ഓൾറെഡി? പറഞ്ഞ കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോ ഇടയ്ക്കൊന്ന് വരി ചെറുതായിട്ടൊന്ന് പോയിരുന്നു. ആത്മാവിനുള്ളിലും ആപാത ചൂടവും തമ്മിൽ ജസ്റ്റ് ഒന്ന് മാറി. അറിയില്ലായിരുന്നു. ഇത് മാറി വന്ന ഒരു കുറ്റമാണോ? കുറ്റാണ്. പക്ഷെ അതെങ്ങനെ ബ്രില്യന്റ് ആയിട്ട് കൈകാര്യം ചെയ്തു. 2 മാർക്ക് കുറച്ചാലോ? അപ്പൊ 150 MJ സാർ നേരത്തെ പറഞ്ഞ 100ൽ 150. അതിൽ നിന്ന് 2 കുറച്ച് 148. സമ്മതിക്കില്ല, ഞാൻ 2 മാർക്ക് കുറയ്ക്കും. പ്ലീസ്. അമൃതക്കുട്ടിയുടെ ഒരു അഭിപ്രായത്തിൽ അത് കുറയ്ക്കണോന്ന് ചോദിച്ചാ കുറയ്ക്കണം. പറഞ്ഞോ, ചെറുതല്ലേ? ഞാൻ
ചെറുതല്ലേ 6ാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ. ചെറുതല്ലേ? 6ാം ക്ലാസ്സിൽ ചെറിയ ചെറിയ തെറ്റുകളല്ലേ, ആണോ? എന്നോട് അങ്ങനെയൊക്കെയാണോ? ക്ഷമിച്ചൂടെ? ക്ഷമിക്കണോ ക്യാപ്റ്റൻ? ഓഫ് കോഴ്സ്. ക്ഷമിച്ചോളയാം. അല്ലേ, മധുചേട്ടനും കൂടെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ക്ഷമിക്കാം. അതെ. അങ്ങോട്ട് What is ക്ഷമിക്കാൻ your കൊണ്ട് idea about this? My idea is, ഈ സോറി ചൈനീസ് പറഞ്ഞതാണ്. ഞാന് അമ്പലത്തിൽ പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോ ആ. അവിടെ നിന്ന് കുറച്ച് പേര് എന്നോട് വന്ന് പറഞ്ഞു പ്രോഗ്രാം ഒക്കെ കാണാറുണ്ട് ആ. എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു മധു അങ്കിള് ശ്രീ ഭാർഗവം എന്ന് പറഞ്ഞൊരു ആൽബം പരശുരാമസ്വാമിയെ പറ്റി പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. ആ ആൽബം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരെപ്പോഴും എടുത്ത് കേൾക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ആണോ? ഓക്കെ. അവരോട് എന്റെ താങ്ക്സ് അറിയിക്കും ആ എന്തായാലും. പിന്നെ അവരൊരു ആഗ്രഹം കൂടെ പറഞ്ഞിരുന്നു, മധു അങ്കിൾ പറ്റുവാണെങ്കിൽ ഈ ഭാർഗവത്തിൽ പാടി ഈ പാട്ട് ഒന്ന് ഇവിടെ പാടുവോ. മധു അങ്കിളിന് ഭാർഗവത്തിൽ പാടിയെന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്താണ് പാടിയതെന്ന് ഓർമ്മയില്ല. ഓക്കേ. അടുത്ത തവണ എനിക്ക് കിട്ടുകയാണെങ്കിൽ പഠിച്ചിട്ട് ഞാനത് വരാം. പാടാം കേട്ടോ. യെസ്. അമൃതം വരുമ്പോ. ഇതില് മ്യൂസിക് ഡയറക്ടർ ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു സാർ. ചന്ദ്രബാബു. ചന്ദ്രബാബു സാറിന്റെ അടുത്ത് ഞാൻ കുറച്ച് വർഷം പഠിച്ചിരുന്നു. ഓ ഓക്കെ. ആ അതെ അതെ, ചന്ദ്രബാബു ആണ് എന്റെ ചന്ദ്രബാബുവിനെ എനിക്കും അറിയാം. ഇടയ്ക്ക് വിളിക്കാറുണ്ട്. എല്ലാം സന്തോഷായി, വളരെ സന്തോഷായി. സന്തോഷമാകുമ്പോ എത്ര എനിക്ക് മാർക്ക്? തൃപ്തിയായി. എല്ലാരും എത്ര സന്തോഷിപ്പിച്ച എത്ര മാർക്ക് കിട്ടും? ഈ ബായ് ഈ ബായി ഏത് ബായ? ബായ് അല്ല, ഈ ബായ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അവിടെ ഈ ബായ്. ഇതല്ല. അതല്ല അല്ലേ? എന്തായിരിക്കും ഇത്? ചൈനീസിലാണ് ട്രാൻസ്ലേഷൻ. ഈ ബായ് എനിക്ക് ചൈനീസ് ഒന്നും അറിയില്ല. കേട്ടത് ചെറിയ മാർക്കാൻ തോന്നുന്നു കേട്ടോ. ഈ എന്ന് പറഞ്ഞ 1, ബായ് എന്ന് പറഞ്ഞ ബായ് എന്ന് പറഞ്ഞാൽ 100. അപ്പം ഈ ബായ് എന്ന് പറഞ്ഞാൽ 100. അതായത് യു ആർ ഗെറ്റിംഗ് 100 out of 100. നമുക്ക് വേറൊരു ഹാപ്പി ന്യൂസും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേയും കൂടി ഉണ്ട്. അത് അമൃതമാണ്. സുപ്രഭാതം. അതെ, ആരാ വരണ്ടേ അവിടുന്ന്? MJ അങ്കിൾ. നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും പ്രോഗ്രസ് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അവരത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഗ്രൂമേഴ്സ് അത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് അവർക്ക് പാടുമ്പോഴുള്ള കോൺഫിഡൻസും കൂടിയിട്ടുണ്ട് എല്ലാവർക്കും. അതില് അമൃതം ഒരു ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണ് അല്ലേ? ആണെന്ന്. പക്ഷെ ഇതൊക്കെ ശരിയെന്നെ, പല്ല് തേക്കണം. അതെ, അതിനെ ഇത് ഉപയോഗിക്കും. ഇത് വില്ലി വൈറ്റ്. അതെ, വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് അമൃതക്കുട്ടിക്ക് ഇന്ന് സമ്മാനമായി കിട്ടിയിരിക്കുന്നത്. ബ്രഷ് ബിഫോർ ബ്രെഡ് ആൻഡ് ബെഡ്. രണ്ടും ഉണ്ട്. കറക്റ്റ്. താങ്ക് യു MJ അങ്കിൾ. ഓക്കെ, താങ്ക് യു. ബൈ. ബൈ ബൈ.